റബൽ മൂൺ പാർട്ട് 2 ദ സ്കാർ ഗിവർ. റബൽ മൂൺ ഫസ്റ്റ് കണ്ടിട്ടുള്ളവരായിരിക്കുമല്ലോ നിങ്ങൾ. ഞാൻ എൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് ഫസ്റ്റിൻ്റെത്. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നതില്ല. എൻ്റെ ഈ ഒരു സെക്കൻഡ് പാർട്ടിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സാക്ക് സ്നൈഡറിൻ്റെയാണ് സിനിമ. ഇതൊരു 2 പാർട്ട് സിനിമയാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു 3 പാർട്ട് സിനിമയാകും എന്നുള്ളത്. അതായത് ഇതിൻ്റെ എൻഡിങ്ങിൽ ഇതിൻ്റെ ഒരു 3ാമത്തെ പാർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ സാധനങ്ങളൊക്കെ തന്നിട്ടാണ് സിനിമ നടത്തിയിരിക്കുന്നത്. എന്തായാലും റബൽ മൂൺ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കുറേ എൻജോയ് ചെയ്ത് കണ്ട ഒരു സ്റ്റാർ വാർസ് ലെവൽ അനുഭവം, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നതാണ്. എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു, കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടുക എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ ഒരു സിനിമ റിലീസായിട്ടുള്ളത്. അപ്പം സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് സെക്കൻഡ് കാണാൻ പോകുന്നത്. അപ്പം ഫസ്റ്റിൽ ഇത്രയും കൊണ്ട് നിർത്തിയപ്പം നമ്മൾ വിചാരിച്ചു സെക്കൻഡ് ഇത്രയായിരിക്കുന്നു. പക്ഷേ സെക്കൻഡ് കുറച്ചും കൂടി ഇമോഷണലായിട്ടുള്ള സാധനമാണ്. കുറച്ച് ഒരു ആദ്യത്തെ ഒരു 40-45 മിനിറ്റ്സ് നല്ല ലാഗാണ്. അതായത് ഇവർ ഈ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റോറി അറിയാവുന്നതാണ് എന്താണ് ആദ്യത്തെ പാർട്ടിൽ നടന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾ സ്റ്റാർ വാർസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിം അതേപോലെ തന്നെ ഒരു വലിയ മിലിറ്ററിയിൽ അഡ്മിറൽ ഷിപ്സ് അല്ലെങ്കിൽ മിലേനിയം സാധനങ്ങൾ. അപ്പം അവർ വലിയ മദർഷിപ്പും മദർലാൻഡും എന്നൊക്കെ പറയുന്നു. അവർ ചെറിയ ഓരോരോ പ്ലാന്റിൽ പോകുന്നു, അവിടുത്തെ ആളുകളിൽ നിന്ന് ഗ്രെയിൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു, അവർ ആ ഒരു സാധനമൊക്കെയാണ്. അപ്പം ഈ കോറ എന്ന് പറയുന്ന നായിക ഇതിന് എതിരെ നിൽക്കുന്നു. നായിക എന്നിട്ട് നോബിൾ എന്ന് പറയുന്ന അഡ്മിറലിനെ കൊല്ലുന്നു. അതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചത്. അപ്പം സെക്കൻഡ് പാർട്ട് കൊല്ലുന്നത് കാണിക്കുന്നു, അഡ്മിറൽ തിരിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ കോറ എങ്ങനെയാണ്, അല്ലെങ്കിൽ കോറ എന്താണ് സ്കാർ ഗിവർ ആവുന്നത്, കോറ ആരായിരുന്നു, കോറയുടെ പാസ്റ്റിലാണ് കോറ സ്കാർ ഗിവർ ആയത്. അപ്പോൾ പാസ്റ്റ് കാണിക്കുന്നുണ്ട്, കോറ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് കോറ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വന്നത്, അല്ലെങ്കിൽ സ്കാർ ഗിവർ വന്നത്, ആ ഒരു സാധനം കാണിക്കുന്നു. പിന്നെ കോറയെ അന്വേഷിച്ച് ഈ ഒരു പ്ലാനറ്റിലേക്ക് അവർ വലിയ മദർഷിപ്പുമായിട്ട് വരുന്നു, ഇവരെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് വരുന്നു. ഇവരെങ്ങനെയാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നതെന്നാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷനാണ് ആദ്യത്തെ ഒരു 40-45 മിനിറ്റ്സ്. പക്ഷേ പിന്നുള്ള കുറച്ച് സമയം, അതായത് ഈ ഒരു വാറ് തുടങ്ങിക്കഴിഞ്ഞുള്ള കുറച്ച് സമയം കിട്ടില്ലമാണ്. കുറേ കിട്ടില്ല എക്സ്പീരിയൻസുകൾ. ഇതിനകത്തൊരു ഒരു പർട്ടിക്കുലർ സീൻ, ഒരു റോബോട്ടിൻ്റെ ഒരു സീനുണ്ട്. അത് ഭയങ്കര നമ്മളൊരു സൂപ്പർ ഹീറോ സിനിമ കാണുന്നത്. സ്നൈഡറിൻ്റെ ഷോട്ടുകൾ നമുക്കറിയാവുന്നതാണ്. ബ്യൂട്ടി. ആ ഒരു ബ്യൂട്ടിയൊക്കെ ഈ ഒരു സിനിമയിലെ ഷോട്ടുകളിലും കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് സ്റ്റാർ വാർസുമായിട്ട് എന്തുകൊണ്ടാണ് ഭയങ്കര ഒരു കണക്ഷൻ തോന്നിയ, പക്ഷേ അതിൻ്റെ ഫസ്റ്റ് എഴുതി കാണിക്കുന്ന സാധനം, ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് സ്റ്റാർ വാർസിനകത്ത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത് പോലെ തന്നെയാണ് എഴുതി കാണിക്കുന്നത്. പിന്നീട് ആ കുറച്ച് ലാഗോട് കൂടി തുടങ്ങി ഈ ഒരു കഥകളെല്ലാം പറഞ്ഞ് ഓരോരുത്തരുടെയും കഥകളൊക്കെ പറഞ്ഞ് ഇവർ ഈ ഒരു പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊരു വാറിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വാറിലേക്ക് അങ്ങ് പോവാണ്. പിന്നെ ഒരു അടിപൊളി വാറും ഒരു അടിപൊളി ഫൈറ്റ് സീനും ഒക്കെ വെച്ചിട്ട് ഒരു ഫസ്റ്റ് എന്താണോ തന്നത് ആ ഒരു ലെവൽ സാധനം തന്നെയാണ് സെക്കൻഡും തരുന്നത്. അല്ലാതെ ഫസ്റ്റിനേക്കാൾ മുകളിൽ നിൽക്കുന്നൊരു സെക്കൻഡാണെന്നൊന്നും ഞാൻ പറയില്ല. ഫസ്റ്റ് പോലെ തന്നെ ഒരു സിനിമ സ്റ്റോറി പറഞ്ഞു പോകുന്നത് കൊണ്ട് ഇത് നമുക്ക് കണ്ടിരിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ഒരു സെക്കൻഡോടുകൂടി സിനിമ എൻഡാകുന്നു എന്നാണ്. പക്ഷേ ക്ലൈമാക്സിലില്ല, ഇനിയൊരു പാർട്ടും കൂടി വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് സിനിമ കൊണ്ട് നടത്തുന്നത്. അപ്പം നമുക്ക് വീണ്ടും പ്രതീക്ഷയായി, ഇനി കഥയുണ്ടല്ലോ. കഥയ്ക്കുള്ള സ്കോപ്പ് നമുക്ക് ആദ്യമേ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്നൈഡർ ഇതുവരെ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്തും ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻ്റ് ഒന്നും പറയേണ്ടൊന്നുമില്ല. കാരണം ഇന്നാണ് സിനിമ റിലീസായത്. ഇനി മേ ബി ഇതിൻ്റെ ഒരു 3ാമത്തെ ഭാഗം വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു 3rd പാർട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കുറച്ചും കൂടെ നന്നായിട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലേ ആ ഒരു 3rd പാർട്ടിനുള്ള ത്രെഡുണ്ട് ആക്ച്വലി. കാരണം ഇപ്പോൾ നമ്മളെ ഒരു മദർഷിപ്പിനെ മാത്രമേ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളൂ. ഇനി വലിയൊരു മദർലാൻഡ്, അവിടെ വലിയൊരു അഡ്മിറലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയൊരു രാജാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയൊക്കെ തകർത്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ, ആൾ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ആ ഒരു സാധനം ഇനി കണ്ടുപിടിക്കുക, ഫൈറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം സ്കാർ ഗിവറിനുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് സ്കാർ ഗിവർ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കും ഈ ഒരു 3rd പാർട്ട് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നോബിൾ വരുന്നു, നോബിളിനെ കൊല്ലുന്നു. അതാണ് സിനിമയ്ക്കകത്ത്. അതിപ്പോൾ നമുക്കറിയാവുന്നതാണ്. ട്രെയിലർ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതാണ് സ്റ്റോറി. ട്രെയിലറിനകത്ത്
ഈ ഒരു സിനിമയുടെ പ്രത്യേകത ട്രെയിലറിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ട്രെയിലർ വന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും സാധനം വരുന്നു, ഇത് സ്വാഭാവികമായിട്ടും നോബിൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും സ്കാർഗിവറിനെ കൊല്ലാൻ പോകുന്നില്ലല്ലോ, അപ്പം നോബിളിനെ കൊല്ലുന്നു, ഫസ്റ്റ് പോലെ തന്നെ ആയിരിക്കും സെക്കൻഡ്, ഇതിൽ കൊന്നു ഉറപ്പ് വരുത്തുന്നു എന്നുള്ളൊരു സാധനം വരും എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെയാണ് സിനിമ സംഭവിച്ചത്. പക്ഷേ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരാനായിട്ട് അതിപ്പം സ്നൈഡറിൻ്റെ സിനിമ ആയതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സ്നൈഡറിൻ്റെ കുറച്ച് ഡയറക്ഷണൽ സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. പല ഷോട്ടുകളും കാര്യങ്ങളും, ആ ഒരു കളർ ഗ്രേഡിങ് ആയാലും കുറേ എക്യുപ്മെൻറ്റ്സ് ടൂൾസൊക്കെ സാധനങ്ങൾ കാണിക്കുമ്പോഴൊക്കെ അതതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിനിമ കുറച്ചും കൂടെ നന്നായിട്ട് സാധാ ഒരു ഡയറക്ടർ എടുക്കുന്ന സിനിമയേക്കാൾ കുറച്ചും കൂടെ ബെസ്റ്റാണെന്ന് പറയുന്നത് സ്നൈഡറിൻ്റെ സിനിമ ആയതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഗംഭീര സിനിമ കണ്ട ഫീൽ എന്നൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. അവസാനത്തെ ഒരു 30 മിനിറ്റ്സ് കൊള്ളാം, കിടക്കാനായിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ റെബൽ മൂൺ ദി സ്കാർഗിവർ.